ആ വാരണം എന്ന് പറഞ്ഞാല് ആന എന്നാണ് അതിന്റെ അർത്ഥം. തമിഴിൽ യാന, മലയാളത്തിലെ ആന. അപ്പൊ ഈ വാരണം എന്നുള്ളത് പറഞ്ഞാണ് അത് എന്തായി വന്നതാണ് തോരണം. അങ്ങനെയാണ് തോരണമല എന്നുള്ള പേര് വന്നത്. ഇപ്പം മയൂരം, മായൂരം, മായാവരം, മയിലാടുതുറ എന്നൊക്കെ പറഞ്ഞ് മരുവി വന്നെന്ന് പറയും തമിഴില്. വാരണം വന്ന് മരുവി വന്നതുതാ തോരണം. அப்படிதான் தோரணமலை. இந்த மலையை பார்க்கும்போது இந்த யானை மாதிரி எல்லாம் தெரியுது. யானையோட காது அதெல்லாம். അഗസ്ത്യഗുരുവിന്റെ ശിഷ്യനായ സിദ്ധർഥേരയ്യർ സമാധി നിലയടഞ്ഞ തോരണമലയാണിത്. എന്തുകൊണ്ടാണ് ഈ മലയ്ക്ക് തോരണമല എന്ന പേര് വന്നതെന്നാണ് മാം എടുത്തു പറഞ്ഞത്. ആയുർവേദത്തിൽ സംസ്കൃതത്തിന് പ്രാധാന്യമുള്ളതുപോലെ സിദ്ധവൈദ്യത്തിൽ തമിഴിനാണ് പ്രാധാന്യം. അതായത് ലിറ്ററേച്ചേഴ്സ് എല്ലാം തമിഴിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. സിദ്ധ മെഡിക്കൽ കോളേജിൽ എന്നെ തമിഴ് പഠിപ്പിച്ച ടീച്ചറാണ്. അതായത് സിദ്ധവൈദ്യത്തിൽ ഹരിശ്രീ കുറിച്ച് തന്ന അധ്യാപികയാണ്. നിങ്ങൾക്കും തമിഴ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാം ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.